മോദിയുടെ ഗ്യാരണ്ടി സ്കീമിനെ കുറിച്ച് പല എപ്പിസോഡുകൾ ചെയ്തിരുന്നു. മുൻകാല സർക്കാരുകൾ ആരംഭിക്കുകയും പിൽക്കാലത്ത് ഈ സർക്കാർ തുടരുകയും ചെയ്തത് വിവിധ സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ നടപ്പാക്കുന്നത്, സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക സഹായത്തോടെ നടപ്പാക്കുന്നത് ഈ പദ്ധതികളൊക്കെ മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊച്ചിയിൽ BJP പ്രവർത്തകരോട് സംസാരിക്കവേ തൻ്റെ ഗ്യാരണ്ടിയെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കണം, അത് പ്രചരിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ അധികാര കേന്ദ്രീകരണവും സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരങ്ങൾ ഇല്ലാതാക്കലുമാണ് അദ്ദേഹം ഗ്യാരണ്ടി ചെയ്യുന്നത്. ഇതാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഔട്ട്ഫിറ്റായ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിൻ്റെ പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അധികാര കേന്ദ്രീകരണത്തെക്കുറിച്ച്, സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്നതിനെക്കുറിച്ച്, ഫെഡറൽ ഭരണക്രമം അട്ടിമറിക്കുന്നതിനെക്കുറിച്ച് പ്രതിപക്ഷ പാർട്ടികൾ, അവ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണകൂടങ്ങൾ ഇതൊക്കെ പലകുറി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഏറ്റവും അധികം ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടാവുക കേരളവും തമിഴ്നാടും ഒക്കെ ആയിരിക്കണം. എന്നാൽ ഇതൊന്നും വെറുതെ അല്ല എന്നും ഭരണഘടനാ വിരുദ്ധമായ മാർഗങ്ങളിലൂടെ ഇത് നടപ്പാക്കിയെടുക്കാൻ നരേന്ദ്രമോദി ശ്രമിച്ചു എന്നുമാണ് റിപ്പോർട്ടർ കളക്റ്റീവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. 2014 പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേൽക്കുന്ന വർഷം 2014 അദ്ദേഹം അധികാരമേൽക്കുമ്പോൾ 2013 14ാം ഫിനാൻസ് കമ്മീഷനെ അന്നത്തെ UPA സർക്കാർ നിയോഗിച്ചിരുന്നു. ഫിനാൻസ് കമ്മീഷനെ നിയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ മൊത്തം സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി അതിൻ്റെ പ്ലസ് ആൻഡ് മൈനസുകൾ അനലൈസ് ചെയ്ത് സംസ്ഥാനങ്ങൾക്ക് എത്ര വിഹിതം കൊടുക്കണം, ആ വിഹിതം കൊടുക്കുന്നതിന് സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, എത്ര സംസ്ഥാനങ്ങൾ ഏതൊക്കെ മേഖലകളിൽ പുരോഗമിച്ചു, അതിനനുസരിച്ച് എങ്ങനെയാണ് വിഹിതം ക്രമീകരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുക എന്നുള്ളതാണ് ഫിനാൻസ് കമ്മീഷൻ്റെ ദൗത്യം. അങ്ങനെ 14ാം ഫിനാൻസ് കമ്മീഷനെ 2013 UPA സർക്കാർ നിയോഗിച്ചിരുന്നു. അതിനുശേഷമാണ് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നത്. അധികാരമേറ്റ ഉടനെ ഈ ഫിനാൻസ് കമ്മീഷനുമായി നരേന്ദ്രമോദി പിന്നാമ്പുറ ചർച്ചകൾ നടത്തി എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അതായത് അന്നത്തെ ഫിനാൻസ് കമ്മീഷൻ 14ാം ഫിനാൻസ് കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ആകെ നികുതിയായിട്ട് കളക്ട് ചെയ്യുന്ന തുകയുടെ 42% സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു നൽകണം എന്നാണ് ശുപാർശ ചെയ്തിരുന്നത്. അതുവരെ അത് 32%. അതായത് 14ാം ധനകാര്യ കമ്മീഷൻ വരുന്നത് വരെ അത് 32%. ഇത് 42% വർദ്ധിപ്പിക്കണം എന്നാണ് ശുപാർശ ചെയ്തത്. ഇത് 33% കുറയ്ക്കുക എന്നുള്ളതായിരുന്നു നരേന്ദ്രമോദിയുടെ ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹം ധനകാര്യ കമ്മീഷനുമായി പിന്നാമ്പുറ ചർച്ചകൾ നടത്തി എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇത് ആദ്യമായിട്ട് പുറത്തു വരുന്നതല്ല. ഇപ്പോഴത്തെ നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ, മുമ്പ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന BVR സുബ്രഹ്മണ്യമാണ് ഇക്കാര്യം ആദ്യമായിട്ട് പറയുന്നത്. കഴിഞ്ഞ വർഷം ഒരു ഇന്ത്യയിലെ ധനകാര്യ റിപ്പോർട്ടിംഗ് എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കപ്പെട്ടൊരു സെമിനാറിൽ സംസാരിക്കുമ്പോഴാണ് BVR സുബ്രഹ്മണ്യം ഇക്കാര്യം പറയുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന താനാണ് അന്നത്തെ ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാനായിരുന്ന YV റെഡ്ഡിയുമായിട്ട് നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കിയത്. 3 പേരും കൂടെ ഈ ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് ഏത് വിധത്തിലായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു. ചില നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി ധനകാര്യ കമ്മീഷന് മുമ്പാകെ വെച്ചു. അതിൽ പ്രധാനപ്പെട്ടത് 42% സംസ്ഥാനങ്ങൾക്ക് വിഹിതം നൽകുക എന്നുള്ളത് കുറച്ച് 33% ആക്കണം എന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടുവെന്നും YV റെഡ്ഡി, മുൻ RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ചെയർമാനാണ് അദ്ദേഹം പറഞ്ഞു അതൊരു കാരണവശാലും നടക്കില്ല. ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് ഭരണഘടനാപരമായി നിയോഗിക്കപ്പെടുന്ന ഒരു കമ്മീഷനാണ്. ഭരണഘടനയിലെ വ്യവസ്ഥകൾക്കനുസരിച്ച് നിയോഗിക്കപ്പെടുന്ന ഒരു കമ്മീഷനാണ്. ആ കമ്മീഷന് ചില സ്വതന്ത്ര അധികാരങ്ങളുണ്ട്. അതിൽ കൈകടത്താൻ ഭരണകൂടത്തിന് സാധിക്കില്ല. ഫിനാൻസ് കമ്മീഷനോട് നിങ്ങൾ ഇങ്ങനെ എഴുതണം എന്ന് നിർദ്ദേശിക്കാൻ ഭരണകൂടത്തിന് അധികാരമില്ല. അങ്ങനെ നിർദ്ദേശിക്കുന്നത് തെറ്റാണ് എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെ YV റെഡ്ഡി ഇങ്ങനെ തിരുത്താൻ സാധിക്കില്ല, ഫിനാൻസ് കമ്മീഷൻ 42% ശുപാർശ ചെയ്യുന്നതെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കും എന്ന് പറയുകയും ചെയ്തു എന്നാണ് സുബ്രഹ്മണ്യം കഴിഞ്ഞ വർഷത്തെ ഒരു ഇന്ത്യയിലെ ധനകാര്യ റിപ്പോർട്ടിംഗ് സംബന്ധിച്ചുള്ള ഒരു സെമിനാറിൽ പറഞ്ഞത്. ഈ സെമിനാർ സംഘടിപ്പിച്ച സംഘടനയുടെ യൂട്യൂബിൽ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ BVR സുബ്രഹ്മണ്യത്തിൻ്റെ ഈ പ്രസംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് ഇത് സംബന്ധിച്ച് അന്വേഷണം തുടങ്ങി. അവർ
ബജറ്റ് റെക്കോർഡുകൾ നോക്കി, ഫിനാൻസ് കമ്മീഷൻ്റെ റിപ്പോർട്ടുകൾ നോക്കി, ഇതുമായി ബന്ധപ്പെട്ട് അന്ന് പ്രവർത്തിച്ചിരുന്ന പലരുമായും സംസാരിച്ചു. PMOയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ചില ചോദ്യങ്ങൾ, അതായത് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില ചോദ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുമ്പാകെ സമർപ്പിച്ചു. ഇത് സമർപ്പിച്ചതോടുകൂടി ഈ സെമിനാറിൻ്റെ വീഡിയോ ഈ സംഘാടകരുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ എന്തായാലും ധനകാര്യ കമ്മീഷനോട് ക്രമവിരുദ്ധമായോ ഭരണഘടനാ വിരുദ്ധമായോ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം കുറയ്ക്കണം എന്ന് പ്രധാനമന്ത്രി നേരിട്ട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അത് നേരത്തെ BVR സുബ്രഹ്മണ്യം പറഞ്ഞു. ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പല സോഴ്സുകളിൽ ഉപയോഗിച്ചുകൊണ്ട് പല വിധത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ട് അതൊരു റിപ്പോർട്ടായി ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ വിശദീകരണം ആ റിപ്പോർട്ടിലില്ല. BVR സുബ്രഹ്മണ്യത്തോട് ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് ഉന്നയിച്ചിരുന്നു. അതിനുള്ള മറുപടി അദ്ദേഹം നൽകിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മറുപടിയുമില്ല. ഇതിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു വിശദീകരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ടതുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഇത്തരം അലിഗേഷൻസിനൊന്നും ഒരു വിശദീകരണവും നൽകാൻ നമ്മളെ ഭരിക്കുന്ന സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഇതിന് വിശദീകരണം വരാനും സാധ്യതയില്ല. ഈ കേന്ദ്രവിഹിതം 14ാം ധനകാര്യ കമ്മീഷൻ 42% നിശ്ചയിച്ച കേന്ദ്രവിഹിതം കുറച്ച് 33% സംബന്ധിച്ചുള്ള ചില ചർച്ചകൾ നടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ അന്ന് തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ അത് ഇത്തരം ഒരു പിന്നാമ്പുറ ചർച്ചയിലാണ് ഉയർന്നത് എന്നും ക്രമവിരുദ്ധമായി പ്രധാനമന്ത്രി തന്നെ ധനകാര്യ കമ്മീഷനെ നേരിട്ട് കണ്ട് ഇക്കാര്യം ആവശ്യപ്പെട്ടു എന്നുള്ള വിവരവും അന്ന് പുറത്തു വന്നിരുന്നില്ല. എന്നാൽ ഇതിന് ശേഷം, അതായത് ഈ ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ, എന്തായാലും അന്ന് YV റെഡ്ഡി ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നു. അതിനുശേഷം പാർലമെൻറ്റിന് മുമ്പാകെ സംസാരിക്കുമ്പോൾ ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചതിനെക്കുറിച്ച് നരേന്ദ്രമോദി ഇങ്ങനെയാണ് പറഞ്ഞത്: രാജ്യത്തെ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിന് സംസ്ഥാനങ്ങളെയാണ് ആദ്യം ശക്തിപ്പെടുത്തേണ്ടത്. സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട വിഹിതം സംബന്ധിച്ച് ഫിനാൻസ് കമ്മീഷനിലെ അംഗങ്ങൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഞങ്ങളതിന് ശ്രമിച്ചില്ല. സംസ്ഥാനങ്ങളെ സമ്പുഷ്ടമാക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് 42% വിഹിതം നികുതിയുടെ, മൊത്തം കേന്ദ്ര സർക്കാർ പിരിക്കുന്ന നികുതിയുടെ 42% സംസ്ഥാനങ്ങൾക്കായി വീതിച്ച് നൽകാൻ തീരുമാനിച്ചു എന്നാണ് അദ്ദേഹം പാർലമെൻറ്റിൽ പറഞ്ഞത്. അതിനൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു: ഈ വിഹിതം, അതായത് ഇങ്ങനെ 32% ആയിരുന്നത് ഞങ്ങളിതാ 42% ആക്കിയിരിക്കുന്നു. ഈ 42% വീതിച്ച് വിവിധ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുമ്പോൾ ചില സംസ്ഥാനങ്ങളുടെ ട്രഷറികൾക്ക് ഇത് ഉൾക്കൊള്ളാനുള്ള ശേഷി ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വെട്ടിക്കുറവ് എങ്ങനെ സ്ഥിരീകരിക്കാൻ, അല്ലെങ്കിൽ ഈ 42% എന്നുള്ളത് 33% ആക്കാൻ നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി തന്നെ ശ്രമിച്ചു എന്നുള്ളത് എങ്ങനെ സ്ഥിരീകരിക്കാം എന്ന് ചോദിച്ചാൽ അതിന് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് ചില മറ്റന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. ആ വർഷം, അതായത് 2014-15 സാമ്പത്തിക വർഷത്തേക്ക് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബജറ്റിൽ ഈ വെട്ടിക്കുറവ്, അതായത് സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം 42% നിന്ന് 33% ആക്കി കുറയ്ക്കും എന്നത് കണക്കാക്കിയിട്ടാണ് ഈ ബജറ്റ് തയ്യാറാക്കിയിരുന്നത്. ഇത് 42% ആക്കി തന്നെ വെക്കേണ്ടി വരും, ഫിനാൻസ് കമ്മീഷൻ ഒരു തരത്തിലും വഴങ്ങില്ല എന്ന് വന്നതിന് ശേഷം ഈ ബജറ്റ് റിവൈസ് ചെയ്യേണ്ടി വന്നു എന്നാണ് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ റിവൈസ് ചെയ്യേണ്ടി വന്നത് ഏറ്റവും അവസാനമാണ്. ഒരു 48 മണിക്കൂർ കൊണ്ട് ഈ ബജറ്റ് റിവൈസ് ചെയ്യേണ്ടി വന്നു. അത് കേന്ദ്ര സർക്കാരിലെ അന്നത്തെ പല ഉദ്യോഗസ്ഥരും ശരിവെക്കുന്നുണ്ട്. അവരുടെ പേരൊന്നും റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവരുടെ പേര് പുറത്തുവിടും അല്ലെങ്കിൽ അവർ പേര് പറഞ്ഞോളാൻ പറയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അർത്ഥമില്ല. എന്തായാലും ബജറ്റിലെ പല വിഹിതവും വെട്ടിക്കുറയ്ക്കേണ്ടി വന്നു. അതിന് ഒരു ഉദാഹരണമായിട്ട് അവർ പറയുന്നത്, സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായി റിവൈസ് ചെയ്യുന്നതിന് മുമ്പുള്ള ബജറ്റിൽ 36,000 കോടി രൂപയാണ് നീക്കിവെച്ചിരുന്നത്. ഇത് 18,000 കോടി രൂപയായിട്ട് കുറച്ചു. അതുപോലെ മൊത്തം ബജറ്റിൻ്റെ അലോക്കേഷൻസ് എത്രയാണോ വകയിരുത്തിയിരുന്നത് അതിൻ്റെ പകുതിയാക്കി കുറച്ചുകൊണ്ടാണ് ആ ബജറ്റ് 48 മണിക്കൂർ കൊണ്ട് റിവൈസ് ചെയ്തിട്ട് അവതരിപ്പിച്ചത് എന്ന് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പറയുന്നുണ്ട്. അതായത് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരം പരിമിതപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശ്യം 2014 നരേന്ദ്രമോദി അധികാരമുറപ്പിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്.